നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം യോഗ വിഷയമാകുന്നു. കല്യാണവർമാവിൻ്റെ സാരാവലിയിൽ യോഗ വിഷയങ്ങൾ, ദിഗ്രഹയോഗങ്ങൾ, ത്രിഗ്രഹയോഗങ്ങളൊക്കെ നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു ചതുർഗ്രഹ യോഗ നിരൂപണമാണ്. സൂര്യനും ചന്ദ്രനും ബുധനും ശുക്രനും ചതുർഗ്രഹ യോഗ കർത്താക്കളായി വന്നാൽ എന്താണ് ഇതിൻ്റെ ഫലമെന്ന വിഷയമാണ് നാം ചിന്തിക്കുന്നത്. ആദ്യം നിങ്ങൾ ശ്ലോകം ശ്രദ്ധിക്കുക. വികല സുഭഗോ വാഗ്മി ഹ്രസ്വ നൃപസമ്മതോ മനുജഃ ജാതസ്യാദേകസ്ഥൈഹി രവി ശശിബുധ ഭാർഗവേഹി സഹിതൈഹി. ഇവിടെ രവി ശശി ബുധ ഭാർഗവേഹി, സൂര്യൻ ചന്ദ്രൻ ബുധൻ ഭാർഗവേഹി, ഭാർഗവ എന്നാൽ ശുക്രൻ, ഏതേഹി ഇവരോടുകൂടി നിൽക്കുന്ന, സഹിതേഹി കൂടെ നിൽക്കുന്ന മനുഷ്യൻ ആരായിത്തീരുന്നു? എന്താണ് അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ? ദോഷമുണ്ടോ? ഈ ചിന്തയാണ് നാം ചെയ്യുന്നത്. ഈ 4 ഗ്രഹങ്ങളോട് കൂടിയ വ്യക്തി ആരാകുന്നു? അദ്ദേഹം വികലഹ ഭവതി, അദ്ദേഹം അംഗവൈകല്യമുള്ള വ്യക്തിയാകുന്നു. അദ്ദേഹത്തിന് ശാരീരികമായ അംഗപരിമിതികൾ ഉണ്ടാകുന്നു എന്നർത്ഥം. പിന്നീട് ഈ വ്യക്തി സുഭഗ, സൗഭാഗ്യയുക്തത്തോടു കൂടിയ വ്യക്തിയാണ്, സൗഭാഗ്യവാനാണ് ഈ വ്യക്തി. ഹ്രസ്വ, അങ്ങേയറ്റം ഉയരമില്ല, വാമനൻ എന്ന് പറയുന്നു, ഉയരം കുറഞ്ഞ വ്യക്തിയാണ്. പിന്നീട് നൃപസമ്മത മനുജ, ഈ മനുഷ്യൻ രാജാവിനാൽ അംഗീകരിക്കപ്പെടും, രാജാവ് അംഗീകരിക്കുന്ന വ്യക്തിയായിരിക്കും ഇദ്ദേഹം, അതിനാൽ രാജസമ്മതനായിരിക്കുമെന്ന് അർത്ഥം. ഇപ്രകാരം ഏകസ്ഥേഹി, ഒരേ രാശിയിൽ നിൽക്കുന്ന ഈ 4 ഗ്രഹങ്ങൾ ജനിച്ച മനുഷ്യൻ്റെ സ്ഥിതിവിശേഷമാണ് ഇവിടെ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് ശാരീരിക വൈകല്യങ്ങളും ഉയരക്കുറവുണ്ടാകും, പക്ഷെ ബാക്കി എല്ലാ കാര്യത്തിലും അദ്ദേഹം സൗഭാഗ്യമുണ്ട്, രാജാവിനാൽ പൂജിക്കപ്പെടുന്ന ആളാണ്. അപ്രകാരമുള്ള നല്ല ക്വാളിറ്റികളും നല്ല ഗുണഗണങ്ങളാൽ അദ്ദേഹം അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയാണെന്നർത്ഥം. നമസ്തേ.